ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നലെ ഞാൻ യൂട്യൂബിൽ ഒരു റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ട് ഇന്നലെ എന്നെ ട്രൈ ചെയ്ത് നോക്കി. കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലൻ ടേസ്റ്റാണ്. 2 മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട്. കാണാത്തവരും കണ്ടവരും ട്രൈ ചെയ്യാത്തവരും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് സേമിയ നെയ്യിൽ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. സേമിയ റോസ്റ്റ് ആകുമ്പോഴേക്ക് നമുക്ക് 1/2 കപ്പ് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. ശർക്കര ഉരുകി നമുക്ക് ഇത് അരിച്ച് മാറ്റി വെക്കാം. സേമിയ റോസ്റ്റായി ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. പാൽ ഇഷ്ടമില്ലാത്തൊരു വെള്ളം ആഡ് ചെയ്തോളൂ കേട്ടോ. 1/2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര മിക്സ് ചെയ്ത് കൊടുത്ത് സേമിയ നല്ലോണം വേവിച്ചെടുക്കാം. സേമിയ നല്ലോണം വേവിച്ചെടുത്തു. ഇത് മാറ്റി വയ്ക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ചതാണ്. നെയ്യിലൊന്ന് വാട്ടിയെടുക്കാം. പഴം നെയ്യിൽ നല്ലോണം വാടി കിട്ടി. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. കളറൊന്നും മാറണ്ട, ഒന്ന് ചൂടായാൽ മാത്രം മതി. നാളികേരം ചൂടാവുമ്പോൾ ഉരുക്കി അരിച്ച് വെച്ചേക്കണ ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട്. ശർക്കരപ്പാനി നല്ലോണം തിളക്കട്ടെ. ശർക്കരപ്പാനി നല്ലോണം തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 നുള്ളു ഉപ്പ് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തുകൊണ്ട് ഒന്നും കൂടി തിളച്ചോട്ടെ. ഏലക്കപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ വേവിച്ച സേമിയയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഇനി നെയ്യ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്തോളൂ. ഓൾറെഡി നമ്മൾ നെയ്യിലാണ് പഴം വാട്ടിയേക്കുന്നത്. കുറച്ച് പൊടിച്ച കാഷ്യൂ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം റെഡിയായി. ഇനി നമുക്ക് ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. മിക്സ് കുറേശ്ശെ തണുത്തു. ഞാൻ ഇല എടുത്ത് വാട്ടി നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മിക്സ് കുറച്ച് വെച്ച് കൊടുക്കാം. നമ്മളിത് ആവിയിൽ വേവിക്കാൻ പോവുകയാണ്. വെച്ചതിന് ശേഷം ഒന്ന് നമുക്ക് നേരിയാക്കി കൊടുക്കാം. എല്ലാ സൈഡും ഈവനാക്കി കൊടുത്തു. ഇനി നമുക്ക് അടയ്ക്ക് മടക്കണ പോലെ തന്നെ ഇല മടക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഏതിലാണോ നമ്മൾ സ്റ്റീം ചെയ്യുന്നത് അതിലേക്ക് വെച്ച് കൊടുക്കും. ബാക്കിയെല്ലാം നമുക്ക് അതുപോലെ റെഡിയാക്കി എടുക്കാം. എല്ലാം റെഡി ആയിട്ടാ. ഇത് ലാസ്റ്റത്തെയാണ്. സ്റ്റീമറിൽ വെള്ളം തിളച്ചു. 10 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. ആവി കയറ്റാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയി. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അട തണുത്തുണ്ട്. നമുക്ക് ഇലയിൽ വേവിക്കാം. ഇത് നമുക്ക് വേവിച്ചെടുത്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ വേവിക്കണ മുമ്പ് മിക്സ് ആയിട്ട് ഉണ്ടാക്കിയില്ലേ, അങ്ങനെ വേണമെങ്കിൽ കഴിക്കാട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.